ഇന്ന് രാഗവൈവിധ്യത്തിൽ പരിചയപ്പെടാൻ പോകുന്ന രാഗത്തിന്റെ പേരാണ് രീതികൗള. രീതികൗള 22ാമത്തെ മേളകർത്ത രാഗമായ ഗരഹരപ്രിയയിലാണ് ജന്യം. നമുക്കിതിന്റെ ആരോഹണ അവരോഹണങ്ങൾ നോക്കാം. സഗരി ഗമനി ധമനി നിസ സനി ധമ ഗമ പമ ഗരി സ സഗരി ഗമനി ധമനി നിസ സനി ധമ ഗമ പമ ഗരി സ. ഇതാണ് ഇതിന്റെ ആരോഹണ അവരോഹണങ്ങൾ. സ്വരസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ ഷഡ്ജം, സാധാരണ ഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം. ശുദ്ധ ദൈവതം വളരെ അപൂർവമായിട്ട് വരാറുണ്ട്. പിന്നെ ജണ്ടപ്രയോഗങ്ങൾ വരുന്ന അവരോഹണത്തിൽ ജണ്ടപ്രയോഗങ്ങൾ വരുന്ന രാഗങ്ങളിലെ ഏറ്റവും റയറായിട്ടുള്ള രാഗങ്ങൾ മാത്രമേ ജണ്ടപ്രയോഗങ്ങളിൽ വരുള്ളൂ. അങ്ങനെ ഒരു രാഗം കൂടിയാണ് രീതികൗള രാഗം. നീനീസ എന്ന ജണ്ട പ്രയോഗങ്ങൾ വരുന്ന രാഗങ്ങളിൽ വളരെ അപൂർവമായിട്ടുള്ള രാഗങ്ങളിൽ മാത്രമേ അങ്ങനെ ജണ്ടപ്രയോഗങ്ങൾ വരുള്ളൂ. അതിൽ ഉൾപ്പെടുന്ന ഒരു രാഗം കൂടിയാണ് രീതികൗള എന്ന് പറഞ്ഞിട്ടുള്ള രാഗം. നമുക്ക് ഈ രാഗത്തിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. അതിൽ തന്നെ പറയാനുള്ള കൃതി സ്വാതി തിരുനാളിന്റെ കൃതിയാണ്. പരിപാലയമാം ശ്രീ പരിപാലയമാം ശ്രീ പരിപാലയമാം ശ്രീ പത്മനാഭ മൂരരെ പരിപാലയമാം ശ്രീ പത്മനാഭ മൂരരെ പരിപാലയമാം. ഇതാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതി. അടുത്തത് ത്യാഗരാജ സ്വാമികളുടെ ഒരു കൃതി. ജോ ജോ രാമ അനന്തഗന ജോ ജോ രാമ അനന്തഗന ജോ ജോ രാമ. ഈ ഒരു കൃതി. അടുത്തതും ത്യാഗരാജ സ്വാമികളുടെ തന്നെ ഒരു കൃതിയാണ്. നന്നു വിടച്ചിക്കൂറ രാമയ്യ രാമ നന്നു വിടച്ചിക്കൂറ രാമയ്യ രാമ നന്നു വിടച്ചി. ഈ ഒരു കൃതി. അടുത്തതും ത്യാഗരാജ സ്വാമികളുടെ തന്നെയാണ്. പഴലിക്കധീര മറ്റൊരു കൃതി. പിന്നെ ഊത്തുകാടിന്റെ ഒരു കൃതിയുണ്ട്. വൃന്ദാവന നിലയേ വൃന്ദാവന നിലയേ. ശ്യാമശാസ്ത്രികളുടെ ഒരു കൃതിയുണ്ട്. നിന്നു വിന മരേകലത പറഞ്ഞിട്ടൊരു കൃതി. ഈ രാഗത്തിന് ദീക്ഷിതർ സ്കൂളില് പറയുന്ന പേര് നാരീരീതി ഗൗള എന്നാണ്. നാരീരീതി ഗൗളയില് ഗൗളകൃതികളിൽ ഒരു കൃതിയുണ്ട്. ശ്രീനീലോൽപലനായികേ ജഗദംബികേ ശ്രീനഗര നായികേ മാമവ വരദായികേ ശ്രീനീലോൽപലനായികേ ജഗദംബികേ. ഈ ഒരു കൃതിയുണ്ട്.
അംബുജം കൃഷ്ണയുടെ ഒരു കൃതിയുണ്ട്, ഗുരുവായൂരപ്പനേയപ്പൻ എന്നൊരു കൃതി. പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ് സുബ്ബരായ ശാസ്ത്രികളുടെ ജനനീ നിനുവിന അംബ ജനനീ നിനുവിന അംബ ജനനീ നിനുവിന ത്രിലോക ജനനീ നിനുവിന ത്രിലോക ജനനീ നിനുവിന ത്രിലോക ജനനീ നിനുവിന. മറ്റൊരു കൃതി, ഇത് വളരെ വലിയൊരു കൃതിയാണ്. ഇത് ഒരു കൃതി. ഇത്രയൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള രീതികളുടെ രാഗത്തിലുള്ള കൃതികൾ. ഇനി നമുക്ക് സിനിമാ പാട്ടുകൾ നോക്കാം. അതും തന്നെ തമിഴില് കുറച്ച് പാട്ടുകൾ നോക്കാം. തമിഴില് അഴകന രാക്ഷസിയേ എന്നൊരു കൃതിയുണ്ട്. കൺകളിരണ്ട എന്നെ കട്ടിയെടുത്തായി പോതാതന, ഈ ഒരു പാട്ടുണ്ട്. മലയാളം പാട്ടുകൾ നോക്കുകയാണെങ്കിൽ മരക്കാറെന്നുള്ള സിനിമയിലെ ഇളവിലകളിൽ ഒഴുകും ഈ യമുനയും ഒരു നവവധുവായി, ഈ പാട്ട് കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാങ്ങിൻ നൊമ്പരം. ഓ പിന്നെ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി ജീവാംശമായി താനേ നീ എന്നെ കുങ്കുമനിറ സൂര്യൻ ചന്ദനമയിലാലേ, ഈ പാട്ട് പ്രണതോസ്മി ഗുരുവായൂർപുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം. തണ്ണിമത്തൻ ദിനങ്ങൾ എന്നുള്ള സിനിമയിലത്തെ ഈ ജാതിക്കാത്തോട്ടം എന്നുള്ള പാട്ട് രീതികളുടെ രാഗത്തിലാണ്. ശ്രീ പാർവതി പാഹി മാം ഗൗരി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്, രുദ്രാക്ഷം എന്നുള്ള സിനിമയിലെ പാട്ടില് രീതികാവളി മധ്യമാവധി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ സന്തതം സോമശരൻ എന്നിട്ട് ഒരു തിരുവാതിരക്കളിപ്പാട്ടില് രീതികൗള രാഗമാലികയാണ്. രീതികൗള വസന്ത ശ്രീരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് രീതികൗള രാഗത്തിലുള്ള സിനിമാ പാട്ടുകളും കൃതികളും. ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.